നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. വെയിൽസിന്റെ ഫസ്റ്റ് മിനിസ്റ്റർ വോൺ കെതിങ് രാജിപ്രഖ്യാപനം നടത്തി. രാജിപ്രഖ്യാപിച്ചത് ജോലി ഏറ്റെടുത്ത 4 മാസത്തിന് ശേഷം. ആഗോള കത്തോലിക്ക സഭയിൽ വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും എണ്ണത്തിൽ ഇടിവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട്. 2011 7 ലക്ഷം കന്യാസ്ത്രീകൾ ഉണ്ടായിരുന്നത് 2021 ആയപ്പോൾ 6 ലക്ഷമായി കുറഞ്ഞു. തെക്കൻ ഗസയിലെയും മധ്യ ഗസയിലെയും അഭയാർത്ഥി താവളങ്ങൾക്കു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ 40 പേർ കൊല്ലപ്പെട്ടു. 100ഓളം പേർക്ക് പരിക്കേറ്റു. കെനിയയുടെ തലസ്ഥാന നഗരമായ നെയ്റോബിയയിലെ സുപ്രധാന പോലീസ് ചെക്ക് പോസ്റ്റിന് സമീപത്തെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും കണ്ടെത്തിയത് 9 മൃതദേഹങ്ങൾ. 3 ദിവസത്തിനു ശേഷം സമീപത്തെ ബാറിൽ നിന്നും പ്രതിയെന്ന് സംശയിക്കുന്ന കോളിൻസ് ജുമൈസി കലൂഷയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അക്രമിയുടെ വെടിയേറ്റ് മുറിഞ്ഞ വലതു ചെവിയിൽ ബാൻഡേജുമായി മുഷ്ടി ചുരുട്ടി ഡൊണാൾഡ് ട്രംപ് കടന്നു വന്നപ്പോൾ അനുയായികളുടെ ആവേശം അണപൊട്ടി. യുഎസിലെ വിസ്കോൺസൻ സംസ്ഥാനത്തുള്ള മിൽവോക്കിയിൽ നടന്ന റിപ്പബ്ലിക്കൻ നാഷണൽ കൺവെൻഷനിലേക്കാണ് ട്രംപ് എത്തിയത്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി. ഗവർണർ CV ആനന്ദബോസിനെതിരെ അപകീർത്തികരമായ പ്രസ്താവനകൾ പാടില്ലെന്ന് ഹൈക്കോടതി താക്കീത് നൽകി. CBSE 12ാം ക്ലാസ് ബോർഡ് പരീക്ഷ 2026 മുതൽ 2 തവണ നടത്തിയേക്കുമെന്ന് റിപ്പോർട്ട്. മാർച്ചിന് പുറമെ ജൂണിലും പരീക്ഷ നടത്താനാണ് ആലോചന. സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ പ്രചരണം നടത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടമുണ്ടാക്കുന്നതിനായി മിഷൻ 2025 അവതരിപ്പിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ വയനാട്ടിൽ KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിലാണ് പ്രതിപക്ഷ നേതാവ് തന്റെ മിഷൻ 2025 അവതരിപ്പിച്ചത്. MT വാസുദേവൻ നായരുടെ ജന്മദിനാഘോഷ വേദിയിൽ നടൻ ആസിഫ് അലിയെ അപമാനിച്ച് സംഗീതജ്ഞൻ രമേശ് നാരായണൻ. MTയുടെ കഥകൾ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജി സീരീസിന്റെ ട്രെയിലർ ലോഞ്ചിങ്ങിനിടെയായിരുന്നു സംഭവം. കോപ്പ അമേരിക്ക ഫുട്ബോൾ ഫൈനലിനിടെ പരിക്കേറ്റ അർജന്റീന താരം ലയണൽ മെസ്സിക്ക് 2 മത്സരങ്ങൾ നഷ്ടമാകും. മേജർ ലീഗ് സോക്കർ ടീമായ ഇന്റർ മയാമിയുടെ താരമാണ് മെസ്സി. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.